എത്ര ലിറ്റർ? ഫുൾ. ക്രെഡിറ്റോ? രാജു അല്ല, ഇവര് രാജു ബില്ല് തന്നെ. മുതലാളി അനിയത്തിയാണ്. അവന് ആളറിയില്ല, പുതിയ ആളാണ്. സാറേ, എന്തോന്നായി നോക്കുന്നേ? കാറ് തുറക്കുന്നു. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കാറ് വേ കിടക്കുന്നു. സാർ എന്ത് ചെയ്യാൻ തോന്നുന്നു? വേണ്ട, അപ്പുറത്ത് ഇരിക്കണം, ഞാൻ ഓടിച്ചോളാം. I say you are always getting into my nerves. I say, understand? Very good. മോള് ഉറങ്ങിയില്ലേ? ചേട്ടൻ ഓൾറൈറ്റാണ് മോളെ. മോള് പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ പോട്ടെ. ഞാൻ പോന്നേ. ഞാൻ നിന്റെ കാർ കൊണ്ടുപോകും. ഒറ്റയ്ക്ക് പോകാനോട് ഞാൻ പറയുന്നത് കേൾക്കില്ല. ഐ വിൽ ഡ്രൈവ് യു. യു ഡോണ്ട് ഡ്രൈവ് മീ. ഞാൻ പൊയ്ക്കോളാം. വേറെ എനിക്ക് ദേഷ്യം വരുന്നു. മേലാ നിന്നോട് കേക്ക്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഭയക്കും. നീ എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. നീ എന്നെ വിട്ടാ മതി. നീ ആയിരിക്കും വിട്ട. അതുകൊണ്ടാണ് ചേട്ടാ ഞാനും പോകുന്നില്ല. നീ ഇത്ര ഭക്ഷണമായിരുന്നു. എന്ത് പണ്ടാരം അടുക്കളായിരുന്നു. ഞാനും വിളിക്കാം. ഞാൻ പോകുന്നില്ല. നീ കൂടെ പോയി. സുഖമായി പോയിക്കണേ. നീ ശല്യം ഉണ്ടാക്കി എനിക്ക് ഉറങ്ങാൻ നടക്കത്തില്ല. ഞാൻ നിന്നെ വിട്ടിട്ട് അങ്ങനെ പോകും. ഞാൻ ഉറങ്ങാൻ കരുതി ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പോവില്ല കേട്ടോ. ഞാൻ ഉറങ്ങാൻ പോയി. ശബ്ദം ഉണ്ടാക്കരുത്. ഗുഡ് നൈറ്റ്. എന്തോന്ന് ഗുഡ് നൈറ്റ് ഒന്ന്. കാർ ഞാൻ കൊണ്ടുപോയി പറയും. മറ്റുള്ള ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ എനിക്കൊന്ന് ഫോൺ ചെയ്തേക്കാം. കേട്ടോ. ഞാൻ പോട്ടെ മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
കാര്യവും രവിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്. ബീനമോൾക്ക് ഒരാളെ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. അമ്മയെ അച്ഛനെ ഏതായാലും മോളുടെ അടുത്ത് ആരെങ്കിലും വേണം. ഇവിടെ നിന്നോട്ടെ. നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടിയാ. എന്റെ കുഞ്ഞിനെ പോലെയാ എനിക്ക്. എന്നെ പോലെ അല്ലേ ആശാനെ? അതേ പോലെ. ആശാനെ കാണുമ്പോ ഞാൻ പണ്ട് പുറത്തു കയറി ആന കളിച്ചതുപോലെ കളിക്കാൻ തോന്നുന്നു. അതിന്റെ തഴമ്പ് ആശാന്റെ പുറത്ത് ഇപ്പോഴും ബാക്കിയുണ്ട്. ആ മോളകത്തേക്കല്ലേ? ഈ കാർ ആരുടേതാണ്? എന്റെ മുതലാളിയുടെ. നിങ്ങളുടെ മുതലാളിയുടെ അഡ്രസ് ഒന്ന് തരാം. എന്തിനാ? അദ്ദേഹം വളരെ നല്ല ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. സുഭാഷ് കോളനിയിൽ 9-ാം നമ്പർ വീട്. സുഭാഷ് കോളനിയിൽ 9-ാം നമ്പർ വീട്. സുഭാഷ് കോളനി 9-ാം നമ്പർ വീട്. അയ്യോ 501 വാർത്തവും പോകണം കൊണ്ടിറക്കാണ്. അയ്യോ ആ വഴി നമ്മൾ വെറുതെ വരുന്നത്. അയ്യോ കഷ്ടം. ഇത് കരയാതെ കരുതേ എന്നാ നിനക്ക് അതിന് പറഞ്ഞോട്. നിനക്ക് വേറൊരു സോപ്പ് കൊണ്ടാണ് കൂടെ പറഞ്ഞില്ലേ? എന്തോ അവനങ്ങനെ 5 പൈസ 501 സോപ്പും 2 വാങ്ങിച്ച് നല്ലവണ്ണം കുളിച്ച് ചായക്കടയിൽ പോയി നല്ലവണ്ണം എരുമയുടെ ശബ്ദം പോയാലും അവരെ കുറിക്കാതെ കയറി എന്നെ വല്ല ഉപദ്രവിച്ചോ ആവശ്യം
വിട്ടോ. നീ എന്തിനാ വീണ്ടും ഇവിടെ വന്നത്? ഒന്ന് കാണും. എന്ത് കാണാൻ? വർക്ക്ഷോപ്പോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഗോപിയേട്ടനെ കാണാൻ. ഗോപിയേട്ടനോ? നീ മിക്കവാറും തല്ലു വാങ്ങിക്കുന്ന ലക്ഷണമുണ്ട്. തല്ലിക്കൊള്ളു, പക്ഷേ വാക്കുകൾ കൊണ്ട് തല്ലരുത്. ഞാനും ഒരു സ്ത്രീയാണ് ഗോപിയേട്ട. എടി പെണ്ണേ, നിന്റെ പേരെന്താ? സാവിത്രി. എന്തോ? സാവിത്രി. ഓ, വേലായനല്ലേ? അതെ. 2161 KLZ ഡ്രൈവറല്ലേ? അതെ. ആ വണ്ടി നിങ്ങളുടെ മുതലാളി വാങ്ങിച്ചിട്ട് എത്ര കാലമായി? കുറച്ച് നാളായി. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു? സീ ഫുഡ് എക്സ്പോർട്ടർ രഘുവിന്റെ കയ്യിൽ നിന്ന്. സീ ഫുഡ് എക്സ്പോർട്ടർ രഘുവിന്റെ കയ്യിൽ നിന്ന്. അദ്ദേഹത്തിന്റെ വീട് എവിടെ? അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പ്രയാസമാണ്. ഇന്റർനാഷണൽ ഹോട്ടലിലെ ബാറിലോ ക്യാമറ ഹോളിലോ കാണാം. ഓ, തണ്ണി അടിച്ച വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലൊടിയാഞ്ഞത് ഭാഗ്യം. ഒടിഞ്ഞാലും ഒടിയും, അല്ല എന്താ? ശരി, എനിക്ക് പുറത്തേക്ക് പോകണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തോന്നാ ഇത്ര വലിയ അത്യാവശ്യം? വന്നിട്ട് വരെ. ചെല്ലേ ചെല്ലേ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാലിനെന്തെങ്കിലും പറ്റിയോ ഗോപിയേട്ട? കാര്യമായിട്ടൊന്നുമില്ല. നേരെ ഒരുപാടായില്ലേ? നിനക്ക് പോറായില്ലേ വേണ്ടേ? എനിക്ക് നിനക്ക് എന്നോട് കോപിക്കരുത്. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാ പറ.